എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? 20 മിനിറ്റോളമാണ് സഖാവ് ചിത്തരഞ്ജന് കൊടുത്തത്. അത്രയൊന്നും വേണ്ട. ആനുപാതികമായ ഒരു ജനാധിപത്യ സമയം എനിക്ക് അനുവദിക്കണമെന്ന് പറയുന്നു. കാരണം അദ്ദേഹം ഒരുപാട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ആദ്യം പ്രത്യക്ഷമായ ഉത്തരത്തിലേക്ക് വന്നാൽ, ഈ പോലീസ് ബീറ്റ് ബോക്സ് ആ പ്രദേശത്തെ ക്രിമിനലിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ, പിണറായി വിജയൻ എങ്ങനെയായിരുന്നു വീരപ്പൻ വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ, വീരപ്പൻ ആദ്യം പോലീസിന്റെ ബീറ്റ് ബോക്സ് സംരക്ഷണവും നിരീക്ഷണവും ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമായിരുന്നു പിണറായി വിജയൻ അയാളെ പിടിക്കുവാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് മാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിനകത്ത് സഖാവ് ചിത്തരഞ്ജനും സഖാവ് പിണറായി വിജയനും ഇവരെയൊക്കെ ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് എനിക്ക് ഈ നിമിഷം വരെയും മനസ്സിലാകുന്നില്ല. എന്തായാലും അവർ പറയുന്ന ചില വസ്തുതാപരമായ പ്രശ്നങ്ങളിലേക്ക് പോകാം. എനിക്കോ നല്ല കാര്യമായി. ഒന്ന്, ഇതിനൊരു നാൾ വഴി പരിശോധിക്കുമ്പോൾ 2019 കെ സുധാകരനെ പറ്റി ഞാൻ മറുപടി പറയാതിരിക്കുന്നതല്ല. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണെന്നാണ് എന്റെ ബോധ്യം. സഖാവ് ചിത്തരഞ്ജൻ പറഞ്ഞ ആശങ്കകൾ അടക്കം അത് പിണറായി വിജയൻ ഒരു പരാതിയായിട്ട് എഴുതി കൊടുത്താൽ മതി. കെ സുധാകരനെതിരായിട്ട് ഏത് അന്വേഷണം നടത്തിയാലും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ണിന് താഴെയുള്ള ഈ ഭാഗത്താണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ടാണ് സുധാകരൻ അന്ന് തന്നെ ഈ ത്വക്കിനെയാണ് കാണിച്ചത്. ഇനി കണ്ണിന് താഴെയുള്ള ത്വക്കിനെ ചിത്തരഞ്ജന്റെ നാട്ടില് ത്വക്കെന്നല്ല കൊക്കെന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇനി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതിനകത്ത് ചില പൊരുത്തക്കേടുകൾ നോക്കാം നമുക്ക്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഈ മെയ് മാസം 11-ാം തീയതി 2019 അന്നാണല്ലോ ലോക്നാഥ് ബെഹ്റ ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് പോകുന്നത്. ആ വീട്ടിലേക്ക് പോയതിനു ശേഷം 2019 മെയ് മാസം 18-ാം തീയതി തന്നെ ADGP ആയ ഈ വിഷയത്തിൽ ലോക്നാഥ് ബെഹ്റയോടൊപ്പം അനുഗമിച്ച മനോജ് എബ്രഹാം കൃത്യമായിട്ട് ഈ മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന ആള് ഒരു ഭൂലോക ഫ്രോഡാണ് എന്ന റിപ്പോർട്ട് കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മെയ് മാസം 22-ാം തീയതി ഇന്റലിജൻസ് മേധാവിയോട് വിശദമായി അന്വേഷിക്കുകയെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറയുന്നു. അതുവരെയുള്ള കാര്യങ്ങളെല്ലാം വാദത്തിന് വേണ്ടി നമുക്ക് പെർഫെക്റ്റ് ഓക്കെ എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അതിനുശേഷം സംഭവിക്കുന്നെന്താ, മെയ് മാസം 30-ാം തീയതി അമൂല്യമായ പുരാവസ്തുക്കളുള്ള മ്യൂസിയത്തിന് പോലീസ് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ ബെഹ്റയ്ക്ക് മോൻസൺ ഒരു കത്ത് കൊടുക്കുന്നു. ഏതാ, ഇന്റർനാഷണൽ ഫ്രോഡാണെന്ന് ADGP പറഞ്ഞിരിക്കുന്ന ആള്, ആ ആള് DGPക്ക് തന്നെ കത്ത് കൊടുക്കുകയാണ്, എനിക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം DGPയുടെ റിയാക്ഷൻ എന്താ, പുരാവസ്തു ശേഖരത്തിനും വീടിനും സംരക്ഷണം നൽകണമെന്ന് കൊച്ചി സിറ്റി കമ്മീഷണർക്ക് ലോക്നാഥ് ബെഹ്റ തന്നെ ഉത്തരവ് നൽകുന്നു. ആ ഉത്തരവിന്റെ പകർപ്പ് നമുക്കെല്ലാം ലഭ്യമാണ് ജൂൺ മാസം 13-ാം തീയതി. അപ്പൊ ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? ഇതിനിടയിലാണ് നമ്മൾ സംശയിക്കേണ്ടുന്ന ഡീല് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോക്നാഥ് ബെഹ്റയെ നമ്മൾ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത്. എന്നെ സംശയിക്കരുത്. ഇവിടെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ സഖാവ് ചിത്തരഞ്ജൻ പറഞ്ഞു EDക്ക് കത്തയച്ചു. ഇന്ന് സഖാവ് ചിത്തരഞ്ജൻ അടക്കമുള്ള നിയമസഭയിലെ സാമാജികരെല്ലാം മുഖ്യമന്ത്രി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. DGPയുടെ ഇടപെടലിനെ പറ്റി പറയുകയാണ്. നിരപരാധിയാണ് എന്ന് പലതവണ വന്നതാണെങ്കിൽ പോലും ഈ മുഖ്യമന്ത്രി പറഞ്ഞതില് ഏറ്റവും അപകടകരമായ ഒരു കാര്യം, അവസാനം സംസ്ഥാന പോലീസ് മേധാവി 21/11/2019 പോലീസ് സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇട്ട ഈ ഉത്തരവിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വീട്ടിൽ സുരക്ഷയുടെ ഭാഗമായി കൃത്യമായി പെട്രോളിംഗ് നടത്തുവാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതും വീട്ടിൽ പട്ടാബുക്ക് വെച്ചിട്ടുള്ളതും രാത്രികാലങ്ങളിൽ പെട്രോൾ പോകുന്ന ഉദ്യോഗസ്ഥന് നിരീക്ഷണം നടത്തി വരുന്നതും പട്ടാബുക്കിൽ ഒപ്പുവെക്കാറുള്ളതുമാണ്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? അതിന് കാരണമായി പറയുന്നുണ്ട്, വീട്ടിൽ ഈ അപേക്ഷകന്റെ ഭാര്യ മോൻസിയും ജോലിക്കാരിയും മാത്രമാണ് താമസിക്കുന്നത്. അപേക്ഷകന്റെ പേരിൽ എറണാകുളം കലൂർ ഭാഗത്തെ മാവുങ്കൽ വീട്ടിൽ മ്യൂസിയത്തിൽ നിരവധി പുരാവസ്തുക്കൾ ഉണ്ടെന്നും അവിടെ കൊണ്ടുപോകുന്നതിനായും കൂടാതെ ചേർത്തലെ വീട്ടിൽ സൂക്ഷിക്കുന്നതിനായും പുരാവസ്തുക്കൾ സൂക്ഷിക്കാറുണ്ടെന്നും മേപ്പടി വീട്ടിലും പരിസരങ്ങളിലും സുരക്ഷയുടെ ഭാഗമായി CC ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളതാണെന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ്, അതായത് ഒരു DYSP അന്വേഷിച്ച് ഈ ആക്രി സാധനങ്ങളൊക്കെ പുരാവസ്തുവാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കണമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇതിനാൽ സുരക്ഷ ഒരുക്കുന്നു. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. EDക്ക് ലോക്നാഥ് ബെഹ്റ കത്തയച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പുറകെ ഇരുന്ന നിയമസഭയിൽ CPM MLA-മാരെല്ലാം കൈയടിക്കുക. ആ കൈയടിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് റിമി ടോമി സ്റ്റേജിൽ നിന്ന് പറഞ്ഞു മോൻസൺ മാവുങ്കൽ ഒരു വിശുദ്ധനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ച കുറെ പാവപ്പെട്ടവരുണ്ട്. അതേ സഹതാപം തന്നെയാണ് CPM MLA-മാരോട് എനിക്ക് കാരണം ഇന്ന് പിണറായി വിജയൻ വളരെ ആധികാരിക മറുപടി എന്ന നിലയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതെന്താ, ഞാനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ് സ്റ്റേറ്റ് പോലീസ് ചീഫായ DGP-ക്ക് എങ്ങനെയാണ് ED ഡയറക്ടർക്ക് കത്തയക്കാൻ കഴിയുക? അതിന്റെ സാങ്കേതികമായിട്ടുള്ള നിലനിൽപ്പ് എങ്ങനെയാ സാധാരണഗതി സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ ED കേരളത്തിൽ ഒരു കേസ് അന്വേഷിക്കണമെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് അതിന്റെ FIR ഉണ്ടായിരിക്കണം. എങ്ങനെയാ തടി ഊരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. അതല്ല എങ്കിൽ സാധ്യമാകും. എങ്ങനെയാ DGP എങ്ങനെയാണ് ED ഡയറക്ടർക്ക് നേരിട്ട് കത്തയക്കുക? DGP-ക്ക് കത്തയക്കുവാൻ കഴിയുന്ന ആർക്കാ? ആഭ്യന്തര സെക്രട്ടറിക്ക്. ആഭ്യന്തര സെക്രട്ടറി അത് ചീഫ് സെക്രട്ടറി വഴി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കണം. മുഖ്യമന്ത്രി അതിനുശേഷം ഒരു യോഗം വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു മിനിറ്റ്സ് രേഖപ്പെടുത്തി ആഭ്യന്തര സെക്രട്ടറി അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി DGP എന്നിവരുടെ റിപ്പോർട്ട് വാങ്ങുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒന്നുകിൽ ഹോം സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയാണ് കേന്ദ്ര ഹോം സെക്രട്ടറിക്ക് കത്തയക്കേണ്ടത്. ആ കേന്ദ്ര ഹോം സെക്രട്ടറിയാണ് ED ഡയറക്ടർക്ക് കത്തയക്കേണ്ടത്. ഇതാണ് ഇതിന്റെ പ്രോട്ടോകോള്. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ ശരിയാണ്. അതായത് ഒരു വിഷയത്തിൽ ഏത് അന്വേഷണം വേണമെന്ന് തീരുമാനിക്കാനായിട്ടുള്ള അവകാശം കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസിക്കും ഇല്ല. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഏത് അന്വേഷണം വേണമെന്ന് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് അഫേഴ്സ് ആണ്. സ്റ്റേറ്റ് ആണ് തീരുമാനിക്കേണ്ടത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ലോക്നാഥ് ബെഹ്റ അത് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ CPM-മാർ കൈയടിച്ചിട്ടുണ്ട് എങ്കിൽ കൈയടിക്കുന്നത് ലോക്നാഥ് ബെഹ്റ സാറാണ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതിനാണ് നിങ്ങൾ കൈയടിച്ചത് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ഇനി ED-ക്ക് കത്തയച്ച വിവരത്തിന്റെ സാങ്കേതിക പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. ഇനി ED ഡയറക്ടർക്ക് കത്ത് കിട്ടിയതായിട്ട് അവിടുത്തെ ഡെസ്പാച്ച് സെക്ഷനിൽ നിന്ന് കൃത്യമായിട്ട് എന്തെങ്കിലും മിനിറ്റ്സ് ലോക്നാഥ് ബെഹ്റയുടെ ഇടയിലുണ്ടോ? അപ്പൊ ലോക്നാഥ് ബെഹ്റയ്ക്ക് കത്തയച്ചു എന്നുള്ളത് ഒരു വ്യാജമായി പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണെന്നൊക്കെ പറയുന്ന പോലെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതിന് സാങ്കേതികമായിട്ടുള്ള യാതൊരു വിധമായ പിൻബലവുമില്ല. ഒന്നാമത്തെ വിഷയം വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഇവിടെ ചിത്തരഞ്ജൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഈ വിഷയത്തിനകത്ത് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ED ആ വിഷയം അന്വേഷിച്ചോട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അത് അന്വേഷണം ആവശ്യപ്പെട്ടതെല്ലാം സാങ്കേതികമായി തെറ്റായ രീതിയിലൂടെയാണ് എങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. ഇനിയും ഈ ADGP-യുടെ കഴിഞ്ഞ 2020 ജനുവരി മാസം, ഇപ്പൊ 2 വർഷമാകാൻ പോകുന്നു, 2020 ജനുവരി മാസം ADGP-യുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ. ആ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയാ പറയുന്നത്? ഇന്ന് സുധാകരനെ കളിയാക്കിയല്ലോ മുഖ്യമന്ത്രി ചികിത്സ ഒരു ഡോക്ടർ, വ്യാജ ഡോക്ടർ ചമഞ്ഞ് രോഗികളെ തട്ടിപ്പ് നടത്തുന്നതിനകത്ത് രോഗികളെ പരിഹസിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ ADGP കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു മനുഷ്യനാണ് മോൻസൺ. അയാൾ ഡോക്ടർ ചമഞ്ഞ് നടക്കുകയാണെന്ന് ADGP റിപ്പോർട്ട് കൊടുത്തു. അത് അന്വേഷിക്കേണ്ടത് ED ആണ്. അത് അന്വേഷിക്കേണ്ടത് KPCC ആണോ? സ്റ്റേറ്റിന്റെ ആരോഗ്യ വകുപ്പോ ഏതെങ്കിലും കേരളത്തിലെ സ്റ്റേറ്റ് ഏജൻസികളോ ആ വിഷയത്തെ പറ്റി അന്വേഷിച്ചോ? ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട ഈ മോഷ്ടിച്ച സാധനങ്ങൾ വരെ ഇവിടെ ഈ പുരാവസ്തുവായി വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വിഷയം അന്വേഷിക്കേണ്ടത്, മോഷണം അന്വേഷിക്കുന്നത് ED ആണോ? അല്ല, അത് സ്റ്റേറ്റ് പോലീസാണ് അന്വേഷിക്കേണ്ടത്. സ്റ്റേറ്റ് പോലീസിന്റെ പരിധിയിൽ വരുന്ന എത്ര വിഷയങ്ങളുണ്ട്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കൊടുത്ത മൊഴി പോലും സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് അന്വേഷിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്? ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ. പിന്നെ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ അദ്ദേഹം പറയുകയാണ്, അതായത് 2021 സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയം സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ വന്നതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയാണ്. അതേ മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, 2019 മെയ് 18 വന്ന ഇന്റലിജൻസ് ADGP-യുടെ റിപ്പോർട്ട് താങ്കൾ കണ്ടില്ലേ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. താങ്കളല്ലേ ആ വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്.
ചുവന്ന സ്വിച്ച് അമർത്തി. ആ അമർത്തി അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.